ഹായ് ഓൾ. പലതരം ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ ഡാൻഡ്രഫ് മാറുന്നില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണും. മെഡിക്കേറ്റഡ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസിൽ പ്രധാനമായും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കീറ്റോകോണസോൾ, ലൊലിക്കോണസോൾ, സൈക്ലോപിറോക്സോളമീൻ, സാലിസിലിക് ആസിഡ്, സെലീനിയം സൾഫൈഡ്, സിങ്ക് പൈറിത്രോൺ തുടങ്ങിയവ. ഇതിലെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂവിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഷാംപൂ അപ്ലൈ ചെയ്യണം? സ്കാൽപ്പ് വെറ്റാക്കിയതിനു ശേഷം ആവശ്യത്തിനുള്ള ഷാംപൂ എടുത്ത് ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു 4 to 5 മിനിറ്റ്സ് വച്ചതിന് ശേഷം മാത്രം പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. ഇനി എത്ര ഫ്രീക്വൻലി ആണ് നിങ്ങൾ ഷാംപൂ അപ്ലൈ ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ഡാൻഡ്രഫിന്റെ സിവിയറിറ്റി അനുസരിച്ചായിരിക്കും. ലൈക്ക് ത്രൈസ് വീക്ക്ലി, ട്വൈസ് വീക്ക്ലി അല്ലെങ്കിൽ വൺസ് വീക്ക്ലി. The most important thing is that after your dandruff is controlled, at least once weekly എങ്കിലും നിങ്ങൾ ഈ ഷാംപൂ കണ്ടിന്യൂ ചെയ്യണം. എന്തൊക്കെ ചെയ്തിട്ടും ഇനിയും മാറുന്നില്ല എങ്കിൽ kindly consult your dermatologist because it may not be dandruff and it can be some conditions like scalp psoriasis or other diseases which mimics dandruff. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ജനറൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്വയമേ ഒരു ഷാംപൂ വാങ്ങി ഉപയോഗിക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ പോയി കണ്ട് നിങ്ങളുടെ സ്കാൽപ്പ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഷാംപൂസും ട്രീറ്റ്മെന്റ്സും എടുക്കുക.